രഘുനന്ദനൻ ഇനി ദീപ്തമായ ഓർമ്മ. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഭാരതീയ ജനതാ പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റും കർഷക മോർച്ച സംസ്ഥാന മുൻ അധ്യക്ഷനുമായിരുന്ന ഇ രഘുനന്ദനന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ട് 6:20 മലങ്കര ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. രാത്രിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ നിരവധിയായ ആളുകളാണ് അക്കിക്കാവിലെ വസതിയിൽ എത്തിച്ചേർന്നത്. AC മൊയ്തീൻ MLA, BJP സംസ്ഥാന ഭാരവാഹികളായ MT രമേശ്, C കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, KV ശ്രീധരൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, കോൺഗ്രസ് നേതാവ് ജോസഫ് ചാലിശ്ശേരി, CPM നേതാവ് M ബാലാജി, RSS പ്രാന്തപ്രചാരക് വിനോദ്, പ്രാന്ത കാര്യവാഹക് PN ഈശ്വരൻ, BMS മുൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജി നാരായണൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, സാംസ്കാരിക പ്രവർത്തകൻ VK ശ്രീരാമൻ, കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. കുന്നംകുളത്തെ BJPയുടെ ആദ്യകാല മുഖങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ഹീമോഫീലിയ രോഗികളുടെ പരിചരണത്തിന് വേണ്ടി ഒരു സംവിധാനവും ഇല്ലാതിരുന്ന കാലത്ത് അക്കാര്യം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരൊരു അസോസിയേഷൻ ഉണ്ടാക്കാനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അദ്ദേഹം വളരെ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്, കുടുംബ സുഹൃത്തുക്കളാണ്, എപ്പോഴും കാണുന്നവരാണ്, സംസാരിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം അവർക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും വലിയൊരു നഷ്ടമാണ്. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരും. രാഷ്ട്രീയ രംഗത്ത് സജീവമായിരിക്കുമ്പോൾ തന്നെ ഹീമോഫീലിയ രോഗികൾക്കായി അക്ഷീണം പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മകൻ കണ്ണൻ്റെ ആകസ്മികമായ വേർപാടിനു ശേഷം രാഷ്ട്രീയ രംഗത്തുനിന്ന് പിൻവലിഞ്ഞ അദ്ദേഹം ഹീമോഫീലിയ രോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി രാജ്യത്തുടനീളം സഞ്ചരിച്ചു. നിലവിൽ ഹീമോഫീലിയ ഫൗണ്ടേഷൻ സൗത്ത് സോൺ ചെയർമാനായിരുന്നു. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി ആദ്യമായി മത്സരിച്ചത് രഘുനന്ദനായിരുന്നു. കക്കാട് വാദ്യകലാക്ഷേത്രം പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മഹിളാ മോർച്ച സംസ്ഥാന മുൻ അധ്യക്ഷയായ അഡ്വക്കേറ്റ് രമ രഘുനന്ദനാണ് ഭാര്യ. പരേതനായ കണ്ണൻ, ലക്ഷ്മി എന്നിവരാണ് മക്കൾ. അഡ്വക്കേറ്റ് ശ്യാംജിത്ത് മരുമകനാണ്. വസതിയിലെ പൊതുദർശനത്തെ തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കഴിഞ്ഞ ദിവസം അഹല്യ കണ്ണാശുപത്രിക്ക് കൈമാറിയിരുന്നു. ഓർമ്മകൾ ബാക്കിയായി മടങ്ങിയെങ്കിലും രഘുനന്ദനൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാകും. കണ്ണുകളിലൂടെ 2 പേർ ഇനിയും കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കും. CCTV ന്യൂസ്, പെരുമ്പിലാവ്.